ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഒന്ന് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവന്റെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ട് ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താടി നോക്കുന്നത്? കരുണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാറി കിടക്കുമ്പോഴാണ് ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി. അതാണടി എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നായിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യും വിട്ടു. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല, ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ എന്റെ സ്വഭാവം അറിയാലോ. കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അവളെ വിടടി, എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്തല്ല, അവക്ക് കരുണം പോലീസില്ലേ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് തോന്നിയാസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ആദ്യ ഭാര്യ പതിവ്രത ആയിരുന്നല്ലോ. എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടയെന്ന് വിരിഞ്ഞതിന് മുമ്പ് ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ളു മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അത് തന്നെയല്ലേ സംഭവം. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. അയ്യോ, പ്രശ്നം തീർന്നല്ലോ. തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? എങ്കിൽ എനിക്കിതായ്മുട്ടി. ഇവളിപ്പോ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ. പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്തായാലും നോക്കിയിരിക്കുന്നു. കേൾപ്പടി കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെ ഉള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. നീ അവനെ കണ്ടു. ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ മോനെ ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അത് അവിടെയുള്ള കുടിച്ചേട്ടാ. ഞാനിപ്പോ കുടിച്ചാ അതെ, വാതിലടിച്ച് കുറ്റിയിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളത്. അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തു വിടുന്ന പ്രശ്നമല്ലേ ആയിമുട്ടി പറ്റി. ഡോക്ടർ, എന്താണോ? ഡോക്ടർ അച്ഛനമ്മയും വന്നിരിക്കുന്നു. ഡോക്ടറിന്റെ അച്ഛനും നോക്കത്താ ദൂരം വരെയായിരുന്നു പാടം. പിന്നെ തെങ്ങുന്തോപ്പ്, റബ്ബർ, ചുക്ക്, കുരുമുളക്, ഏലം ഇതെല്ലാം വിറ്റിട്ടാണ് ഇവനെ പഠിപ്പിച്ചത്. കോഴിക്കോട് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് എറണാകുളത്ത് പഠിക്കണം, പിന്നെ പറഞ്ഞ് തൃശ്ശൂര് പഠിക്കണം, പിന്നെ കണ്ണൂര്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചു. ഇതും കഴിഞ്ഞപ്പോ പറയാണ് എന്തോ ഒരു പാല്. എന്ത് പാല്? മണിപ്പാല്. മണിപ്പാല്. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. ഇടയ്ക്ക് കയറി പറയരുത്. എന്താണ്? മണിപ്പാലി പഠിക്കണം. ആ സമയത്താണ് നമ്മൾ ആ റബ്ബർ എസ്റ്റേറ്റ് വിറ്റത്. 27 ഏക്കറല്ല, അമരാവതിയിലുള്ള 30 ഏക്കർ. ആര് നോക്കണം എവിടേക്ക് കിടക്കണം? എന്ത് വിറ്റാലെന്താ? ഒന്നും പാഴായി പോയിട്ടില്ലല്ലോ. റബ്ബറും തെങ്ങും ഒക്കെ ഇനി ഇഷ്ടം പോലെ വാങ്ങിക്കാമല്ലോ. എല്ലാരും ഉണ്ടല്ലോ. മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എവിടെ? ഡാഡിയും ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ആളെ കണ്ടിട്ട് മനസ്സിലായില്ല.
സുമേ ലതേ അയ്മുട്ടി ഞങ്ങളെയൊന്നും ഓർക്കുന്നില്ല. ഒരു എഴുത്തുമില്ല, ഒരു ഫോൺ പോലും ചെയ്യാറുമില്ല. ഡോക്ടർക്ക് എവിടാ ഇതിനൊക്കെ സമയം? മമ്മി, ഡാഡി, ഇത് ആശുപത്രി ഓണർ കുമാരൻ തമ്പി. മാധവൻ തമ്പി. ഓ, മാധവൻ തമ്പി. ഞങ്ങൾ വേണ്ടതുപോലെ പരിചയപ്പെട്ടു. ഡോക്ടർ ഡ്യൂട്ടിയിലല്ലേ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, അവർക്ക് പോകാൻ തിരക്ക് കാണും. തിരക്കില്ല, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പോഴോ അയ്മുട്ടി, ഇറങ്ങാൻ നേരത്തെ കാറ് കേടായി. പിന്നെ ഞങ്ങൾ ലോറിയിൽ അല്ല ബസ്സിലാണ് വന്നത്. ഡോക്ടറെ, എല്ലാം ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഡാഡിയും മമ്മി ഇന്ന് ഇവിടെ എത്തിച്ചേരുവോ? വന്നാട്ടെ, ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വേണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വന്നാട്ടെ, ഓ, നമുക്ക് വൈകിട്ട് കാണാം. കേറ്, കേറ്, വേഗം കേറ്. ഞാൻ പറഞ്ഞു. ചേച്ചി, മക്കളെ കയറി. മോനെ നീ വേഗം പറഞ്ഞേ. ഓക്കേ, സർ. എന്നെ പിടിച്ചൊരു മുറിക്കകത്തിട്ട് പൂട്ടി. കഞ്ഞിവെള്ളം പോലും തന്നില്ല. കൊടുക്കം അലക്കമ്പലിൽ നിന്ന് വാടക കൂടെ തുണി ഒപ്പിച്ചു. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല രാജഗോപാല. സാരമില്ല, ഇന്നുകൊണ്ടെല്ലാം തീരുമല്ലോ. നിങ്ങൾക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞൂടായിരുന്നു? ഞാനിവിടെ നാട്ടുകാരെയും പോലീസിനെയും പേടിച്ച് കള്ളപ്പണിയാന്ന് അറിഞ്ഞിട്ടും അതിഥികളായിട്ട് വന്നിരിക്കുന്നു. മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാൻ ദ്രോഹികൾ. എല്ലാ കാര്യവും വല്യേട്ടൻ അറിയാവുന്നല്ലേ? മിണ്ടി പോകരുത്. മോനെ, അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞാണല്ലോ എന്നെ അന്വേഷിക്കരുതെന്ന്. ഞാൻ നിങ്ങളുടെ ആരുമല്ല, ഇറങ്ങിപ്പോണം. ഒരു മാസത്തിനകം ദാമുവേട്ടൻ ഓഫീസിൽ നടത്തിയ തിരിമറി പിടിക്കപ്പെടും. മാലതി ഇടത്തി പറഞ്ഞെന്താണെന്നറിയോ? ദാമുവേട്ടൻ ആരുടെയും മുമ്പിൽ ഇന്നുവരെ തല കുനിച്ചിട്ടില്ല. പിടിക്കപ്പെടുന്നതിന് മുമ്പ് രൂപ ഏർപ്പാടാക്കിയില്ലെങ്കിൽ കൂട്ടമരണമേ നിവർത്തിയുള്ളൂ. ദാമുവേട്ടനും മാലതിയേട്ടത്തെയും 3 മക്കളും. അന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ ഞാൻ. അപ്പൊ ഞങ്ങളൊന്നും നിന്റെ ആരുമല്ലേ രാജാ? അതൊന്നും ഇപ്പൊ എന്റെ തലയിലില്ല. അമ്മ മരിച്ചതിൽ പിന്നെ മാലതിയേട്ടത്തെയായിരുന്നു എന്റെ അമ്മ. അച്ഛൻ അന്നും കള്ളും കുടിച്ച് നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളെ കെട്ടുകയും ചെയ്തു. ഭാര്യയുടെ അനിയനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ദാമുവേട്ടൻ ഇല്ല. ഒടുവിൽ ഞാൻ കേസിൽപ്പെട്ട് ജയിലിലായപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ദാമുവേട്ടൻ പണം തിരിമറി നടത്തിയത്. ദാമു നിന്റെ ചേച്ചിയെ കെട്ടുന്നതിന് മുൻപ് നിന്നെ ആരാ പോറ്റിയത്? ആ കണക്കൊന്നും ഇപ്പൊ പറയണ്ട. ഞാൻ ലോക്കപ്പിലായിരുന്നപ്പം എന്റെ മകൻ കാരണം എന്റെ മാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്ന കള്ളിന്റെ അളവ് കൂട്ടിയല്ലാതെ അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയോ? ദണ്ണ ഉണ്ടച്ചാ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല ദണ്ണ ഉണ്ട്. ആ പോട്ടെ, നമുക്ക് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് രാജാ. ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട. എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് കാലിയാക്കണം, അത്രേ വേണ്ടു. അലക്ക് കമ്പനി തുണി എടുത്തോണ്ട് വന്നിരിക്കുക. എന്തൊക്കെ ആയാലും ഞാൻ നിന്റെ അച്ഛനല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ എനിക്കല്ല മറ്റാർക്കണ മോശം. എന്റെ എന്ത് കാര്യം? അങ്ങനെ ചോദിക്ക്. ഞങ്ങളെല്ലാം സംസാരിച്ചു. നിന്റെ തമ്പി സാറിന്റെ മോളുടെയും കല്യാണം ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു. നിങ്ങൾക്കൊന്നും നാണവും മാനവും അല്പം പോലും ഇല്ലേ? ലണ്ടനിൽ നിന്ന് FRCS പാസ്സായ ഒരു പെൺകുട്ടിയെ വ്യാജ ഡോക്ടറായ ഞാൻ കല്യാണം കഴിക്കാനോ? എന്താ നിങ്ങളുടെയൊക്കെ ധാരണ? അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു തുക കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഇവിടെ സ്ഥലം വിടും, അറിയൂ? ഞാൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി. അങ്ങേര് തരുന്ന സ്ത്രീധന തുക കൊണ്ട് എന്റെ കൊച്ചുങ്ങൾക്കും ഒരു മേൽഗതി ഉണ്ടാവുമല്ലോ എന്ന് ആശിച്ചു. ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ശരിയാ രാജാ. ലതേ സുമേ നിന്റെ ആരുമല്ലല്ലോ. അവരെ പ്രസവിച്ച ഞാനായി പോയില്ലേ? അതൊന്നും പറയണ്ട. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നീ ചിന്തിച്ചു. ആ ചിന്തിച്ചെങ്കിൽ ചിന്തിച്ച്. ഇപ്പൊ എന്താ വേണ്ടത്? ഏതായാലും നീ ഈ കള്ളവേഷം കെട്ടി എങ്കിൽ പിന്നെ അത് മുഴുവനായിട്ട് അങ്ങോട്ട് ആടിക്കൂടെ നിനക്ക്? ഈ സ്ത്രീധന തുക കിട്ടിയ മാലതിയുടെ പ്രശ്നവും നിന്റെ ഈ അനിയത്തിമാരുടെ പ്രശ്നം എല്ലാം അങ്ങോട്ട് പരിഹരിച്ചൂടെ രാജാ? സ്ത്രീധന തുക വാങ്ങിച്ച് ആരാ കെട്ടുന്നത്? അച്ഛനാണോ? അവർക്ക് എന്നല്ലല്ലോ ആവശ്യം. ഇഷ്ടം പോലെ പണമുള്ള പാർട്ടീസ് അല്ലേ. എടോ കെട്ടുന്നില്ലെങ്കിൽ കെട്ടണ്ട. കെട്ടാന്ന് പറഞ്ഞാൽ കാശ് ഇങ്ങോട്ട് കൈക്കിലാക്കിയ അതിപ്പോ നീ ചെയ്യുന്നതിനേക്കാൾ വലിയ രക്ഷമൊന്നുമല്ലല്ലോ. സത്യമായിട്ട് അച്ഛൻ എന്റെ അച്ഛൻ തന്നെ. അങ്ങനെ വല്ല മോഹവും മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ നുള്ളി കളഞ്ഞേക്ക്.